എന്റെ മുന്നിൽ നിൽക്കാൻ പോലും നാണമാവുന്നുണ്ട് നിനക്കല്ലേ? ഒളിച്ചിരുന്ന് വീഡിയോ എടുത്ത് പരസ്യമായിട്ട് എല്ലാവരെയും കാണിച്ച് നിന്നെ നാണം കെടുത്തണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ആ വീഡിയോ എടുത്തപ്പോ നിന്നെ അത് തനിച്ച് വിളിച്ചൊന്ന് കാണിച്ച് മേലിൽ ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് വാൺ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ആ പഴി നീ നിധിയുടെ മണ്ടയിൽ ചാരിയപ്പോ അതിന് CKC കൂട്ടുപിടിച്ചപ്പോ പിന്നെ എനിക്ക് അതല്ലാതെ വേറെ വഴിയില്ലാതായി. അല്ലാതെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നോക്ക് ശിവാനി, ഇതോടെ നിന്റെ ഇത്തരം വൃത്തികെട്ട കളികൾ നീ നിർത്തിക്കൂ. ഇനിയും നിധിയുടെ പുറകെ നടന്ന് അവളെ ബുദ്ധിമുട്ടിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നോക്ക്, ഈ ഗൗതം ആരാണെന്ന് നീ ശരിക്കും അറിയും. എന്തിനാ നീ നോക്കുന്നത്? നീ ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി ഞാൻ പുറത്തു പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ വീട്ടിൽ നിന്ന് ആദ്യം നിന്നെ അടിച്ചിറക്കുന്നത് എന്റെ അനിയൻ പ്രണവായിരിക്കും. നിധിയോടുള്ള വൈരാഗ്യം തീർക്കാൻ അവളെ കൊല്ലാൻ പോലും പ്ലാൻ ചെയ്തവളല്ലേ നീ? കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത് നീയാണെന്ന് എനിക്കറിയില്ല എന്നാണോ നീ കരുതിയിരിക്കുന്നത്? നിന്റെ ആ പ്ലാൻ എങ്ങാനും സക്സസ് ആയിരുന്നെങ്കിൽ ഇന്ന് നിധി ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാ അതൊരു ചെറിയ അപകടമായിട്ട് ഒഴിഞ്ഞു പോയത്. എന്റെ സ്ഥാനത്ത് നിധിയായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കായിരുന്നു? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സത്യമായിട്ട് ശിവാനി നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിച്ചേനെ. കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ട് ഒരേ വീട്ടിൽ കൂടപ്പിറപ്പിനെ പോലെ കഴിയുന്ന ഒരാളിനെ കൊല്ലാനും വേണ്ടി വൃത്തികെട്ടവളായി പോയിലോടി നീ. ഇല്ല ഗൗതം, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കള്ളം പറയുന്നോടി. നിന്നെ ഉണ്ടല്ലോ. അത് ചെയ്തത് നീ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് നീ. അതെനിക്ക് നേരത്തെ മനസ്സിലായതാ. അതുകൊണ്ട് മാത്രമാണ് നിധിയുടെ പിന്നാലെ നീ കിച്ചണിലേക്ക് പോയപ്പോ എനിക്കതിൽ അപകടം മണത്തത്. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ വിളിച്ചു വരുത്തിയ മെക്കാനിക്കിനെ കണ്ടുപിടിക്കാനോ അവനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് നീയാണത് ചെയ്യിപ്പിച്ചെന്ന് പറയിപ്പിക്കാനോ എനിക്കധികം സമയമൊന്നും വേണ്ട. അത് ഞാൻ ചെയ്താൽ കൊലപാതക ശ്രമമായിരിക്കും നിന്റെ പേരിൽ ചാർജ് ചെയ്യുന്ന കേസ്. ഇപ്പൊ നിന്റെ വാക്കുകൾക്ക് റാമോളി നിൽക്കുന്ന നിന്റെ പ്രണവില്ലേ, അവനായിരിക്കും ആദ്യം നിന്നെ ചെരുപ്പൂരി അടിക്കാൻ പോകുന്നത്. അവൻ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി വലിച്ചു പൊട്ടിച്ച് ദൂരെ എറിയും. പിന്നെ നീ ഈശ്വരമംഗലത്ത് കഴിയില്ല. കൊലപാതക ശ്രമത്തിന് ജയിലിലായിരിക്കും താമസിക്കുന്നത്. കുബുദ്ധിയും കുതന്ത്രവും കൊണ്ട് നീ എന്റെ അനിയനെ എന്തായാലും കൊണ്ടുചെന്ന് ചതിക്കുഴിയിൽ വീഴ്ത്തി. ഈ വീട്ടിലെ മരുമകളായിട്ട് വന്ന് കയറുകയും ചെയ്തു. അതെന്തോ ആയിക്കോട്ടെ, മുന്നിൽ തുറന്നു കിട്ടിയ ഒരു വഴി സ്വന്തം സ്വഭാവ ദൂഷ്യം കൊണ്ട് അടയ്ക്കാൻ നോക്കരുത് ശിവാനി. അതല്ല, ഇനിയും നിധിക്കെതിരെ തിരിയാനാണ് ഉദ്ദേശമെങ്കിൽ, നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ, സത്യമായിട്ട് ശിവാനി നീ എന്റെ തനി സ്വരൂപം കാണും. ഇത് നിനക്ക് തരുന്ന അവസാനത്തെ വാണിങ്ങാ. ഇനി നീ ഈ വീട്ടിൽ ചലിച്ചാൽ ഓർമ്മ വെച്ചോ നീ.